ഹലോ നവീൻ, എനിക്ക് നവീൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് താല്പര്യമില്ല ഗാഥ. ഗാഥയ്ക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി സിത്താര മാഡം വാങ്ങിക്കൊണ്ടു തന്ന ഒരു കളിപ്പാട്ടമല്ല ഞാൻ. നവീൻ, ജസ്റ്റ് വൺ ചാൻസ്. എനിക്ക് സംസാരിക്കാനുള്ളതൊന്ന് കേൾക്കൂ. ഹലോ നവീൻ, എനിക്ക് നവീൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് താല്പര്യമില്ല ഗാഥ. ഗാഥയ്ക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി സിത്താര മാഡം വാങ്ങിക്കൊണ്ടു തന്ന ഒരു കളിപ്പാട്ടമല്ല ഞാൻ. നവീൻ, ജസ്റ്റ് വൺ ചാൻസ്. എനിക്ക് സംസാരിക്കാനുള്ളതൊന്ന് കേൾക്കൂ. ഗാഥയുടെ കൊളാമേ. എന്റെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ഞാൻ തീരുമാനിച്ചു അറിഞ്ഞപ്പോ ആ വെളി വന്നു കണ്ടോ? ഈ കാര്യത്തിൽ നിമിത്തങ്ങൾ കണ്ട് കൂടുതൽ അപകടത്തിലേക്ക് പോകണ്ട. ഹലോ നവീൻ, എനിക്ക് നവീൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് താല്പര്യമില്ല ഗാഥ. ഗാഥയ്ക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി സിത്താര മാഡം വാങ്ങിക്കൊണ്ടു തന്ന ഒരു കളിപ്പാട്ടമല്ല ഞാൻ. നവീൻ, ജസ്റ്റ് വൺ ചാൻസ്. എനിക്ക് സംസാരിക്കാനുള്ളതൊന്ന് കേൾക്കൂ. നോ ഗാഥ, ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ഒന്നും കേൾക്കാൻ ഞാനിപ്പോ കാത്തിരിക്കുന്നില്ല. നവീൻ പ്ലീസ്, ഒരു നിമിഷമെങ്കിലും നവീൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ അതിന് സമ്മതിക്കണം. ഒരു 5 മിനിറ്റ് മതി, അതിനപ്പുറം ഞാൻ എടുക്കില്ല. ശരി, കാണാം നമുക്ക്. എങ്ങോട്ടാ വരേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. സുമിത്രേ, ഇവ നന്നാവില്ല. നന്നാവൂന്ന് കരുതി എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വായിച്ചു കളഞ്ഞേക്ക്. അച്ഛാ, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. എന്നിട്ട് അവള് പറയുന്ന കള്ളക്കഥകൾ ഒന്നും നോക്കാതെ തൊണ്ട തൊടാതെ വിഴുങ്ങണം. എന്നാലേ സ്വന്തം ജന്മത്തിന് അർത്ഥം ഉണ്ടാവും. അച്ഛന് നല്ല വിഷമമുണ്ടല്ലേ? വിളിച്ചപ്പോ ഗാഥ സംസാരിച്ചതും നല്ല വിഷമത്തിലാ. ഞാൻ ചെല്ലേണ്ടതല്ലേ അമ്മേ? നീ ചെയ്ത തന്നെയാ മോനെ ശരി. ഗാഥയോട് നീ കുറച്ചു നേരം സംസാരിക്ക, അപ്പൊ നീ ഓക്കെ ആവും. ഓക്കെ അമ്മേ. ഇറങ്ങിയ സമയം കറക്റ്റായിരുന്നു. തങ്കം പിടിച്ചു നിർത്തിയ സമയം കൊണ്ടാ ബസ് അങ്ങ് പോയത്. സോറി ഗോപാലൻ മാമ. അതിനിപ്പോ നീ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നേ? ഓട്ടോ പിടിച്ചു പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയും ദൂരത്തേക്ക് എപ്പോഴും ഓട്ടോ പിടിച്ചു പോകുന്ന ഒരു ശീലമാക്കാതിരുന്നാ മതി. അത് ഈ ലോട്ടറി കച്ചവടക്കാർക്ക് ശരിയാവില്ല. ഇനി മുതലേ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. എന്നാലും എന്താ മോളെ തങ്കത്തിന് പറ്റിയത്? അതെന്തോ ഇന്നലെ മുതല് മനസ്സിൽ കയറിക്കൂടിയതാ. അതിങ്ങനെ മനസ്സിൽ കിടന്ന് വലുതായിട്ട് ഒന്നും പറയണ്ട. മോളെ കുറിച്ചുള്ള പ്രതീക്ഷയും ആദിയും വേദനയും അതെല്ലാം കൂടി ചേർന്നാ പിന്നെ തങ്കത്തിന് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാതാവും.
അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സിൽ വല്ലാത്തൊരു പേടി കടന്നിട്ടുണ്ട്. നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ആര്? അയാളൊന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ടേ. എന്റെ അമ്മയെ എന്തിനാ പേടിപ്പിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. തമാശയായിട്ട് കാണണ്ട. ഇതിനു മുമ്പ് ഇതുപോലത്തെ തോന്നലുണ്ടായപ്പോഴൊക്കെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്, നീ ഇവിടെ എൻ്റെ കൂടെ കിടക്ക്. നീ ഇവിടെ അടുത്തില്ലാതിരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളാം. വാ ഉറങ്ങ. മോളെ, എന്താ എന്താ അമ്മേ? അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. ഞങ്ങളെ ലോട്ടറി ഒക്കെ വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോ. എന്നാ പോട്ടെ അമ്മേ. മോളെ, നല്ല ആളാ. എന്താലോചിച്ചിട്ടാ ഈ ഇരിക്കുന്നത്? ദേ സ്ഥലമായി, മോളെ ഇറങ്ങി വാ. ഇവിടെ നിറച്ചു ആൾക്കാരുണ്ടല്ലോ. ആ വാ മോളെ. ദാ, ആ ശരി എന്നാ വാ മോളെ.